ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനിടയിൽ ഒഴിവുണ്ടായിരുന്ന ഒരു ദിവസം ഞാൻ കുറച്ച് റാൻഡം ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മെയിനായിട്ട് അന്നത്തെ കുക്കിംഗ് ആണ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആക്കിയിട്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണം. അപ്പോൾ എൻ്റെ അന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നെന്ന് നമുക്ക് കാണാം. Tonight, I'd lie for you, babe. അപ്പോൾ രാവിലെ ആദ്യം തന്നെ കിച്ചണിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന പരിപാടി ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കേണ്ടതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെക്കും. ഇപ്പോൾ വെജിറ്റബിൾസ് അതുപോലെ തന്നെ ചിക്കനോ മീനോ ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെക്കും. പിന്നെ ഞങ്ങൾ വെള്ളം എടുത്ത് വെക്കുന്നൊരു വെസലുണ്ട്, അതിൽ വെള്ളം നിറച്ച് വെക്കും. പിന്നെ ഉള്ളികളൊക്കെ ഒന്ന് ഇന്നത്തെ കുക്കിങ്ങിന് ആവശ്യമുള്ളത് ഒക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കും. അപ്പോൾ ഇതാണ് ആദ്യം തന്നെ ചെയ്യൽ. അപ്പോൾ ഇന്ന് ഞങ്ങളെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു. അപ്പോൾ ഉമ്മ തലേന്ന് തന്നെ മാവൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഈസി ആയിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിന്ന് ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കുക്കിംഗ് ഞാൻ ചെയ്തോളാം, ഉമ്മ ജസ്റ്റ് ഹെൽപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞു തന്നാൽ മതി എന്നൊക്കെ. അപ്പോൾ ദോശയൊക്കെ വേഗം എളുപ്പത്തിൽ തന്നെ ചുട്ടെടുത്തു. അപ്പോൾ ഞങ്ങൾ ചോറിനുള്ള വെള്ളം രാവിലെ അടുപ്പിലാണ് വെക്കാറ്. അപ്പോൾ വിറകടുപ്പിൽ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് തലേന്ന് ചീരാപ്പറങ്കിൻ്റെ ചെടിയിൽ മുളകൊക്കെ നന്നായിട്ട് ആയി നിൽക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ട്, പറിക്കാൻ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിനോട് ചോറിന് കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അച്ചാർ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എരിവൊന്നും ഒരു പ്രശ്നമില്ലാത്തവർക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം പറിച്ചിട്ട് അകത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പോഴേക്കും ഉമ്മ ചിക്കനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരുന്നു. അപ്പം ഞാൻ വേഗം അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സ്പൈസസൊക്കെ എടുത്തിട്ട് വേഗം അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് സ്പൈസസൊക്കെ ഒന്ന് ഇടുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി കഴുകി ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച അരിയാണ്. അപ്പോൾ അത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൽ കിടന്നിട്ട് വെന്തോളും. അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള പണിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ റൈസിലേക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസാണ് ഇത്. അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഉപ്പിട്ടിട്ട് വേവിച്ച് വെക്കുന്നുണ്ട് അതേ സമയം കൊണ്ട് തന്നെ.
അപ്പോൾ റൈസിലേക്കുള്ള ചിക്കൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഉപ്പും പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് ഒന്ന് സ്ലൈറ്റ്ലി ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. എന്നിട്ട് അത് കൈകൊണ്ട് തന്നെ ഒന്ന് ഷ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്സറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം റൈസിലേക്കുള്ളതല്ലേ, അധികം ക്രഷ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് വെജിറ്റബിൾസ് റോസ്റ്റ് ചെയ്തിട്ട് എടുത്ത അതേ ഓയിൽ തന്നെ കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്തിട്ട് കുറച്ച് കളറും ആഡ് ചെയ്തിട്ട് വേവിച്ച് വെച്ച അരി അതിലേക്ക് ഇടുകയാണ്. ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് റൈസ് ഒന്ന് സെറ്റാക്കുകയാണ്, എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട്. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അത് എൻ്റെ ഉമ്മ പറഞ്ഞു തന്ന ഒരു ടിപ്പാണ്. നമ്മൾ ചിക്കനോ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്താൽ ഒരിക്കലും അടി പിടിക്കുകയോ അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്, അങ്ങനെ ശീലിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ചിക്കനൊക്കെ പിന്നെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കടായിയാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ ഫ്രൈ അല്ല. അപ്പം അതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുകയാണ്. ഉള്ളി തക്കാളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി വേഗം തന്നെ വഴറ്റാൻ വേണ്ടിയിട്ട് തീയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അധികം ഉണ്ട്, ഇന്ന് കുറച്ചും കൂടി ആൾക്കാർ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടാണ് തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ മസാലയൊക്കെ ഒന്ന് ഏകദേശം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ടൊമാറ്റോ സോസ് വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അവസാനം, എന്നാലേ അതിൻ്റെ ആ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അധികം ആഡ് ചെയ്താൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ കടായി പോലത്തെ ഒരു മസാലയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സോസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കടായി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഉമ്മയോട് റൈസ് എന്തായിട്ടുണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ദമ്മൊക്കെ ഒന്ന് പൊട്ടിച്ച് തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഉമ്മ തന്നെയാണ് അതൊക്കെ ഒന്ന് നോക്കുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു. ജസ്റ്റ് ഉമ്മ പറഞ്ഞതുപോലെ ചെയ്ത് നോക്കിയെന്ന് മാത്രം. പക്ഷെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കോംപ്ലിമെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. ഇതിനൊക്കെ ഇടയിൽ ഉമ്മ കുറച്ച് കപ്പ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മുമ്പായിട്ട് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്, അതുവരെ വിശന്നിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ട്
കുറച്ച് കപ്പയും അതിൻ്റെ കൂടെ കട്ടൻ ചായയും കുടിച്ചു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല നാടൻ പൊടിയുള്ള കപ്പയായിരുന്നു. അപ്പോൾ സൂപ്പറായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മക്കൾ അവർക്ക് കപ്പയൊന്നും വേണ്ട, ആപ്പിൾ ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മ എന്നോട് അവർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ പാലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് പാൽപ്പൊടിയൊക്കെ എടുത്തിട്ടാണ് ജ്യൂസ് അടിച്ചു കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും കിച്ചണ് നല്ല അലങ്കോലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു. കൗണ്ടർ ടോപ്സൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഇനിയും ഒരുപാട് വൃത്തികേടാവും, ക്ലീൻ ആക്കേണ്ടതുണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളൂ. ഇത് ഉമ്മ ഇന്ന് ഈവനിങ്ങിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഉണ്ടാക്കി വെച്ച മാവാണ്. അപ്പോൾ അപ്പാണ് ഉണ്ടാക്കുന്നത്. ഈസി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഉണ്ടാക്കുന്നത് ഇന്ന്. അപ്പോൾ ഇത് സാധാ കുക്കറിൽ നെയ്യ് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഹാപ്പി.